വിഷ്ണു സാറ് നമസ്കാരം കേട്ടാ. റോയ് സാറിന് കേട്ടാ. മതിര ശ്രദ്ധിച്ചോണം. നാക്കോട് നമ്മൾ കെട്ടിയിട്ട് മുങ്ങണ. അറിയാ സാറേ, നമ്മുടെ സ്ഥിരം പുള്ളിയല്ലേ. അങ്ങനെ പറഞ്ഞു കൊടുക്കില്ല സാറേ. ശരി, ചെല്ല്. അന്ന് പോവാ. നന്നായിട്ടൊക്കെ കൂട്ടിയിട്ടില്ലേ സാറേ? മൂത്രമൊഴിക്കാൻ മുട്ടുണ്ടല്ലോ. അതൊക്കെ എനിക്ക് തോന്നിയില്ല. അയ്യോ സാറേ, ഇടി കൊണ്ട് ബ്ലാഡറൊക്കെ പഞ്ചറായി കിടക്കുക. എനിക്ക് പിടിച്ചിക്കാൻ പറ്റില്ല. നിക്കറും മുണ്ടും നനഞ്ഞാൽ കോടതി അകം നാറുണ്ട് സാറേ. എന്റെ കർത്താവിന് വലിയ ശല്യല്ലോ. അങ്ങോട്ട് എങ്ങനെ മാറി നോക്കിക്കടാ. ഞാൻ ഓടിപ്പോന്നില്ല. അതെനിക്കറിയടാ. കറുത്ത കൗണട്ട മാലാക ഇതോടെ കഴിച്ചാൽ ഫ്രീ ആയിട്ട് തരാടാ. അതോടെ ഇരുന്നോട്ടെ. ഒന്നും വേണ്ട. നന്നായി വരും സാർ. നിന്റെ കാല് പിടിച്ചതല്ല. ശരി ചെല്ല്. അവിടെ ഇരുന്നാമന്ന്. നീ അവിടെ ഇരുന്നാമതിരാ. പന്തതിന് മുണ്ട് സാറന്മാരെടുത്തോ. കഴിയില്ലെങ്കിൽ ഒറ്റെണ്ണത്തിനും കാണാനില്ലല്ലോ. മീനെ ചേച്ചി, മീൻ വേണ്ടേ? മീൻ നല്ല പെട്ടക്കിന് അതിലോട് നിന്നിട്ടുണ്ട്. ഈ തവളക്കാലം ഇവിടുന്ന് കുട്ടി വരുന്ന ചേച്ചി. എക്സ്ക്യൂസ് മീ, മുണ്ട് ഞാൻ എടുക്കണേ. പോലീസുകാരിപ്പോ ഇങ്ങനെ ഓടിക്കുന്നത്. ഞാൻ അവിടെ നോക്കാം. കണ്ട കണ്ടു. എന്നിട്ടെന്താ പിടിക്കാഞ്ഞേ? പിടിക്കേ. സർക്കാരിന്റെ ഭാഗത്തു നിന്ന് നീതി ലഭിച്ചില്ല എന്നാണോ നിങ്ങളുടെ പരാതി? അല്ലല്ല, സർക്കാരിന്റെ പദ്ധതികളെ അട്ടിമറിക്കുന്ന ഉദ്യോഗസ്ഥർക്കെതിരെയാണ് ഞങ്ങളുടെ പരാതി. ബണ്ട് നിർമ്മാണത്തിന്റെ അപാത കൊണ്ടാണ് കഴിഞ്ഞ വർഷം കൃഷി നശിച്ചത്. ഇത് ഞങ്ങൾ അനുവദിച്ചു തരില്ല. പോലീസ് പൊന്തില്ല, തൊപ്പി പൊന്തി. കളറ് കിട്ടി പോലീസുകാർ കൊള്ളാം. നീ ഇവിടെ വന്നേ? ഞാൻ ഇവിടെ കുളിക്കായിരുന്നു. സാറുമാർ ഇവിടെ കുളിക്കുന്നുണ്ട്. എവിടെ ജെയിംസ്? ജെയിംസ് ആണ് എന്റെ മുന്നും പറിച്ചോണ്ട് ഓടി. തനിക്ക് നാണമില്ലൂടെ അത് പറയാൻ? അവന്മാരെ പെണ്ണ് കാണാൻ വിടാൻ താൻ അവിടെ മാരേജ് പൂരം നടത്തണം. അതല്ല സാറേ,
SI സാറ് പറഞ്ഞത് കൊണ്ട് സമ്മതിച്ചാണ് സാറേ. ഇപ്പൊ തന്നെ അവന്മാര് കാരണം എന്റെ 2 ഇൻക്രിമെന്റ് പോയിരിക്കാണ് സാറേ. രക്ഷിക്കണം സാറേ. SI വന്ന ഉടനെ തന്നെ വിളിക്കാൻ പറയാം സാർ. ഈ അലപരാധന കാരണം സൂര്യ ഇല്ലാണ്ടായി. ഓരോരോ തലവേദനകള്. ഇതെന്താ കുളിച്ച് ഈറനായി നിർമ്മാല്യം തൊഴാൻ വന്നതാണ്? നിങ്ങളോട് സാർ അത് പോലീസ് കസ്റ്റഡിയിൽ നിന്ന് ഒരുത്ത ചാടിപ്പോയാൽ അതിന്റെ നാണക്കേട് നിനക്കൊന്നുമല്ല, ഡിപ്പാർട്ട്മെന്റിനാ. അതറിയാമോ? അറിയാം സാർ. എന്തറിയാന്ന്? ഇവനെവിടുന്ന് കിട്ടി? ജെയിംസ് മെസ്സായി മുണ്ടൊരു ഭാഗത്ത് കിട്ടിയതാണ് സാർ. ഒരു മുണ്ട് കിട്ടിയാൽ ഞാൻ അങ്ങ് പൊക്കോളാം സാറേ. ഉണ്ടായിടാ, എനിക്കിവിടെ മുണ്ട് വെച്ചോടല്ലേ? അല്ല, ഇവനാണ് സാർ മുണ്ടൂർ വെച്ച് ജെയിംസിന് മുണ്ടൂരി കൊടുത്ത് രക്ഷപ്പെടാൻ സഹായിച്ചത്. അപ്പോ മുണ്ടില്ലാതെയാണ് നിങ്ങൾ ജെയിംസിനെ കോടതി കൊണ്ടുപോയത്? അല്ല സാറേ, മുണ്ട് പിടിപ്പിച്ചാണ് കൊണ്ടായത്. അപ്പൊ ജെയിംസിന്റെ മുണ്ട് എവിടെ? അത് മുണ്ടൂരുള്ള സ്ത്രീക്ക് കൊടുത്തു സാർ. ഇയാളുടെ മുണ്ടോ? അതാണല്ലോ സാർ ഇവൻ ജെയിംസിന് കൊടുത്തത്. ഓ, നിങ്ങളത് മുണ്ടൂരി കളിക്കായിരുന്നു. ഒരു അബദ്ധം പറ്റിപ്പോയി സാർ. എന്തബദ്ധം? നിങ്ങളുടെ അച്ഛന്മാര് സർവീസിലിരിക്കെ മരണപ്പെട്ടതുകൊണ്ടാണ് ഇത്ര ചെറുപ്പത്തിലെ നിങ്ങൾക്ക് ഈ ജോലി കിട്ടിയത്. ബുദ്ധിമുട്ടാതെ കിട്ടിയ ജോലി ആയതുകൊണ്ട് നിങ്ങൾക്ക് അതിന്റെ വില മനസ്സിലാവില്ല. സാർ, ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. ഒരു മുണ്ട് ഒപ്പിച്ചു. കൂട്ടുകാരൻ രക്ഷപ്പെടാൻ സൗകര്യം ചെയ്തു കൊടുത്തിട്ട് കിടന്ന് നാടകം കളിക്കുന്നോ? കൊണ്ടുപോയി ലോക്കപ്പ് ചെയ്യേ. ഒരുത്തൻ മതിൽ ചാടി പോകുന്നത് ഒരു മീൻകാരി തള്ള കണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പൊ താനൊരു കാര്യം ചെയ്യും, പോകുമ്പോ ആ വണ്ടാഴിയെ കൂടി സ്റ്റേഷനിലേക്ക് കൊണ്ടുപോക്കോ. സർ, ആ സ്ത്രീയെ വിളിച്ച് അവനൊന്ന് കാണിച്ചു നോക്ക്. തിരിച്ചറിഞ്ഞാൽ കാര്യങ്ങൾ എളുപ്പമായല്ലോ. ശരി സർ. സാറേ, എന്റെ മാല കിട്ടുമല്ലോ അല്ലേ? നമുക്ക് നോക്കാം. പുറത്താണല്ലോ കർത്ത. പോലീസൊന്നും ഉറക്കില്ല. ഇനി ഇവിടെ വന്നാൽ ശരിയാവില്ല. നെടുമംഗലം പോലീസ് സ്റ്റേഷൻ. വനിതാ പോലീസ് SI സാർ അകത്തുണ്ടോ? ആ ഉണ്ട്. ഒന്ന് മീറ്റ് ചെയ്യാനാ. വെറുതെ നിൽക്കല്ലേ, ഒന്ന് നോക്കിക്കോണേ, ഞാൻ ഇപ്പൊ വരാം. എന്താ? ഒന്നുമില്ല സാറേ, പൈസ മതിയില്ല ചേട്ടാ. ഒന്ന് നോക്കിയേ, അവൻ തന്നെയല്ലേ അന്ന് മതിലയാടിയത്? ശരിക്കും നോക്ക്. ഇവനെ കണ്ടിട്ട് ഒരു പാവത്താനെ പോലെ ഉണ്ടല്ലോ സാറേ. ഇവന്റെ നോട്ടം കണ്ടാലറിയാം ഇവൻ പഠിച്ച കള്ളനാണെന്ന്. സാറേ, ഇവൻ ഇങ്ങനെ നിർത്തിയാ ഞാൻ എങ്ങനെയാ തിരിച്ചറിയാ? പിന്നെ എങ്ങനെ നിർത്തണം? ഇവനോട് തിരിഞ്ഞു നിൽക്കാൻ പറ സാറേ. മതില് ചാടിയവന്റെ പുറകുവശല്ലേ സാറേ ഞാൻ കണ്ടത്. അങ്ങോട്ട് തിരിഞ്ഞേക്കണം. ഇനി ഒന്ന് നോക്കി. ഇതവനല്ല സാറേ, അവന് ഷർട്ടും മുണ്ടൊക്കെ ഉണ്ടായിരുന്നു. ഇവൻ അത് രണ്ടുമില്ല. നിക്കണ നിപ്പ് കണ്ടില്ലേ, നാണം കേട്ടവൻ. ഓ, അതിന്റെ ഒരു കുറവേ ഉണ്ടായിരുന്നുള്ളൂ. ഒന്ന് ഇറങ്ങി പോതല്ലേ മനുഷ്യൻ മെനക്കെടുത്താതെ. അത് ശരി, ഇപ്പൊ എനിക്കായ കുറ്റം. കള്ളനെ കിട്ടാത്തതിന് എന്റെ നെഞ്ചത്ത് കയറിയിട്ട് എന്താ കാര്യം? ഞാൻ പോവാ. മനുഷ്യനാണെങ്കിൽ കാലുകൊണ്ട് തീരെ വയ്യ. എനിക്ക് കുന്തന്നവിടെ മാറ്റിയേ. ഇതൊന്ന് പിടിച്ചേ മോളെ.
ഇതൊന്ന് പിടിക്കാൻ. പൊന്തിക്ക്. ഇവിടെ തൊള്ളയും പൊളിച്ച് നിന്ന് നേരം കൊണ്ടേ എനിക്ക് 10 ചാള വിൽക്കായിരുന്നു. വെറുതെ മനുഷ്യനെ മെനക്കെടുത്താനായിട്ട്.